അപ്പോൾ ഗൈസ് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിന്റെ പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നും നാളെയും ബൂട്ട് സ്ട്രാപ്പ് ആണ്. നമ്മുടെ കൂടെ ഉള്ളത് അലൻ ആണ്. അലന് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുകയാണ്. ആൻഡ് ഹീസ് എ സ്റ്റുഡന്റ് ഡെവലപ്പർ. അപ്പം ഞാൻ അലനെ ഈ ഒരു ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. അലൻ. ഓക്കെ, ഹായ് എവറി വൺ. എൻ്റെ പേര് അലൻ. ഞാനായിരിക്കും 2 ദിവസത്തേക്ക് നിങ്ങളെ ബൂട്ട് സ്ട്രാപ്പ് ഒക്കെ ഒന്ന് സെറ്റാക്കി തരാൻ പോകുന്നത്. സോ വലിയ ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കാം. പ്രസന്റേഷൻ എല്ലാവർക്കും കാണാമല്ലോ? കാണാം. ഓക്കെ, സോ ബൂട്ട് സ്ട്രാപ്പ്. ബൂട്ട് സ്ട്രാപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ബൂട്ട് സ്ട്രാപ്പ് ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് ആണ്. അതായത് ബൂട്ട് സ്ട്രാപ്പിൽ കുറെ പ്രീ ഡിഫൈൻഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ലൈബ്രറീസ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് എ വെബ്സൈറ്റ് റെസ്പോൺസീവ്. ഇപ്പം റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇപ്പം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ റെസൊല്യൂഷൻ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ സ്ക്രീൻ സൈസ് വേരി ചെയ്യുന്ന അല്ലെങ്കിൽ റെസൊല്യൂഷൻ വേരി ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ വെബ്സൈറ്റിന്റെയും പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസീവ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു റെസ്പോൺസീവ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബൂട്ട് സ്ട്രാപ്പ്. പിന്നെ ബൂട്ട് സ്ട്രാപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഒരു ഇഷ്യൂ അല്ല. അതായത് ഇപ്പം നോർമൽ HTML, CSS, JS വെച്ച് നിങ്ങൾ ഒരു വെബ്സൈറ്റ് ചെയ്താൽ അത് എല്ലാ ബ്രൗസേഴ്സിനും യൂണിഫോം ആയിട്ട് വരണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. അതിന് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ ബൂട്ട് സ്ട്രാപ്പ് ഭയങ്കര എളുപ്പമാക്കും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ബൂട്ട് സ്ട്രാപ്പിൽ. നമ്മൾ ഈ 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്ന ഇത്രയും ടോപ്പിക്സ് ആണ്. ആദ്യം ബൂട്ട് സ്ട്രാപ്പ് 4, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് ബൂട്ട് സ്ട്രാപ്പ് 4. അത് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്, ബൂട്ട് സ്ട്രാപ്പ് റീബൂട്ട് എന്നൊരു കൺസെപ്റ്റ്, പിന്നെ കണ്ടെയ്നേഴ്സ് ബൂട്ട് സ്ട്രാപ്പിന്റെ ബേസിക് ഒരു സംഭവമാണ്, പിന്നെ ഗ്രിഡ് സിസ്റ്റം, ഫ്ലെക്സ് പ്രോപ്പർട്ടി. അത്രയാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ജംബോട്ടോൺസ്, കാർഡ്സ്, നാവിഗേഷൻ ബാർസ്, ടൂൾ ടിപ്സ്, അതൊക്കെ നാളെ കവർ ചെയ്യും. സോ ആദ്യം നമുക്ക് അങ്ങനെ സെറ്റപ്പിന്റെ പരിപാടിയിലുണ്ട്. ബൂട്ട് സ്ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പാക്കേജ് മാനേജേഴ്സ്, NPM, RubyGems അതുപോലത്തെ പാക്കേജ് മാനേജേഴ്സ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ CDN എന്ന് പറഞ്ഞ് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അടുത്ത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡൗൺലോഡിങ് ചെയ്യാവുന്ന തന്നെ 2 പരിപാടികളുണ്ട്. ഒന്ന്, കമ്പൈൽഡ് CSS ആൻഡ് JS ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് ഫയൽസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിന് SAS കമ്പൈലർ വേണം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ ഞാനിപ്പം ഇത് ബൂട്ട് സ്ട്രാപ്പിന്റെ, ഇപ്പം നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇതാണ് ബൂട്ട് സ്ട്രാപ്പിന്റെ ഡോക്യുമെന്റേഷൻ പേജ് ആണ്. ബൂട്ട് സ്ട്രാപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ തന്നെ ഒരു നല്ല ക്ലിയർ കട്ട് ഒരു ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. പൊളി സാധനമാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ റെഫർ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ 3 മെയിൻ പരിപാടികളുണ്ട് ഇപ്പം നമ്മുടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. ഒന്ന്, ഡൗൺലോഡ് ചെയ്യുക ബൂട്ട് സ്ട്രാപ്പ് ഫയൽസ്. ആ ബൂട്ട് സ്ട്രാപ്പ് ഫയൽസിന് ഇവിടെ ഡൗൺലോഡ് സെക്ഷനിൽ നിങ്ങൾക്ക് കമ്പൈൽഡ് CSS ആൻഡ് JS എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ഡൗൺലോഡിങ് ആക്കിയാൽ ഫുൾ, ബൂട്ട് സ്ട്രാപ്പിൽ ആവശ്യം വരുന്ന എല്ലാ ഇതും കൂടെ ഒറ്റ സിപ്പ് ഫയലായിട്ട് കിട്ടും. അത് നമുക്ക് അൺസിപ്പ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ പ്രോജക്ട് ഫയലിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു, കാര്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് കമ്പൈൽഡ് CSS ആൻഡ് JS ഫയൽസ്. പിന്നെ അത് ചെയ്താലുള്ള ഇതെന്ന് പറഞ്ഞാൽ, ലൈക്ക് കമ്പൈൽഡ് ആയതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അവിടാണ് സോഴ്സ് ഫയൽസിന്റെ ഡിഫറൻസ്. സോഴ്സ് ഫയൽസ് എന്ന് പറയുമ്പം ഓരോ ഇപ്പം ബൂട്ട് സ്ട്രാപ്പിന് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഈ സോഴ്സ് ഫയൽസിലുള്ളത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കമ്പൈൽ ചെയ്ത് യൂസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് സോഴ്സ് ഫയൽസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രിഡ് സിസ്റ്റം മാത്രം മതി, അല്ലെങ്കിൽ ഒരു ജംബോട്രോണിന്റെ ഫീച്ചർ മാത്രം മതി.
അല്ലെങ്കിൽ നാവ്ബാർ മാത്രം മതി, അങ്ങനെയൊക്കെ അത് മാത്രം മതിയെങ്കിലാണ് ഈ സോഴ്സ് ഫയൽസ് നമ്മൾ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കമ്പൈൽ ചെയ്ത്. അതിനതാണ് പറഞ്ഞത് സാസ് കമ്പൈലർ. ഈ CSSന്റെ കമ്പൈലേഴ്സ് വേണം, എന്നാലേ അത് വർക്ക് ചെയ്യും. പിന്നെ മൂന്നാമത്തെ പരിപാടിയാണ് ബൂട്ട്സ്ട്രാപ്പ് CDN, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. ഈ CDN ആണ് ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ വേണ്ട ഒരു സ്ക്രിപ്റ്റ് കണ്ടോ, ഈ സ്ക്രിപ്റ്റ് പിന്നെ ഈ സ്റ്റൈൽ ഷീറ്റിന്റെ ലിങ്കും, ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ വെബ് പേജിന്റെ HTML പേസ്റ്റ് ചെയ്താൽ മതി, കാര്യം കഴിയും. ആകെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈൽ ഷീറ്റിന്റെ ലിങ്ക് നിങ്ങളുടെ ഹെഡ് ടാഗിനകത്തും പിന്നെ സ്ക്രിപ്റ്റ്സ് നമ്മൾ ബോഡി ടാഗിന്റെ ഏറ്റവും അടിയിലും ബോഡി ടാഗിന് തൊട്ട് താഴെയും കൂടെ വെക്കണം. കാണിക്കാം. ഇപ്പം ഇതാണൊരു ബൂട്ട്സ്ട്രാപ്പിന്റെ CDN ഇംപ്ലിമെന്റ് ചെയ്ത ഒരു വെബ് പേജ് ആണിത്. ഇതിലാകെ ഡിഫറൻസ് എന്ന് പറയാം, ഒരു നോർമൽ വെബ് പേജിന്റെ ലേഔട്ടിൽ നിന്ന് ഡിഫറൻസ് എന്ന് പറയാനുള്ള ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ. ബൂട്ട്സ്ട്രാപ്പിന്റെ CSS നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ കണ്ടു ഒരു 3 സ്ക്രിപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ സ്ക്രിപ്റ്റ്സ് ആണ്. അത് 3 സ്ക്രിപ്റ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 എണ്ണം ബൂട്ട്സ്ട്രാപ്പിന്റെ അല്ല, അതൊരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ jQuery എന്ന് പറയും. ആ jQuery പിന്നെ സെക്കൻഡ് സ്ക്രിപ്റ്റ് Popper.js. ഇത് രണ്ടും ഓരോ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് ആണ്. അപ്പം ഈ ലൈബ്രറീസിൽ കുറെ ഫീച്ചേഴ്സ് ബൂട്ട്സ്ട്രാപ്പിന്റെ സ്ക്രിപ്റ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ്സ് രണ്ടും ആദ്യം കൊടുക്കുന്നത്, എന്നിട്ടാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നത്. ഇതൊരു നോർമൽ വെബ് പേജ്, ബൂട്ട്സ്ട്രാപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്, അത്രേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ ഉള്ളത് അടുത്തത് വരുന്നത് ബൂട്ട്സ്ട്രാപ്പ് റീബൂട്ട്. ബൂട്ട്സ്ട്രാപ്പ് റീബൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഇപ്പൊ ഈ നോർമൽ HTML ഞാനിപ്പം ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ടൈറ്റിൽ ഹലോ വേൾഡ് വെച്ചേക്കുന്നു, ബോഡിക്കകത്ത് ഒരു H1, ഒരു ഹെഡിങ് ഉണ്ട് ഹലോ വേൾഡ്, പിന്നെ ഒരു പാരഗ്രാഫിനകത്ത് സ്ട്രോങ് ബോൾഡ് ആയിട്ട് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നു, പിന്നെ ഒരു ഡമ്മി ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിപ്പം നോർമൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു വെറുതെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇങ്ങനെ ചെയ്യും. ഇനി ബൂട്ട്സ്ട്രാപ്പിന്റെ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ഈ പേജ്, ഇത് ഇത് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ എങ്ങനെ ഇരിക്കുന്നു, ഇത് നിങ്ങൾക്ക് ക്ലിയർലി ഇതിന്റെ ഡിഫറൻസ് കാണാൻ പറ്റൂലേ. ഇപ്പം ഹെഡിങ്ങിന്റെ സൈസ് ആണ് പോട്ട്, ഫോണ്ട്, ഇതൊക്കെ, പിന്നെ മാർജിൻ സൈസ് എല്ലാം ഡിഫറെന്റ് ആയിട്ട് കണ്ടു. അതായത് ബൂട്ട്സ്ട്രാപ്പ് ഡിഫോൾട്ട് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇൻബിൽട്ട് ഫീച്ചേഴ്സ് അല്ലെ ഇത് തന്നിട്ടുണ്ട്. അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക എന്നൊരു യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. പിന്നെ അല്ലാതെങ്കിൽ നമ്മുടെ വിഷ് പോലെ തന്നെ നമുക്ക് ഓവർ റൈഡ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യും. സോ അത് രണ്ടുമാണ്. അതാണ് ബൂട്ട്സ്ട്രാപ്പ് റീബൂട്ട്. പിന്നുള്ളതാണ് അടുത്താണ് കണ്ടെയ്നേഴ്സ് ആണ് അടുത്ത ഉള്ള സംഭവം. കണ്ടെയ്നേഴ്സ് ആണ് അടുത്തത്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പിലെ ഒരു മെയിൻ ബേസിക് ലേഔട്ട് കമ്പോണന്റ് ആണ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ. കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഒരു കണ്ടെയ്നർ ബൂട്ട്സ്ട്രാപ്പിൽ നമുക്ക് ബേസിക് പാഡിങ്ങും മാർജിനും ഒക്കെ തരുന്നുണ്ട്. അപ്പം കണ്ടന്റ് സെൻറ്റർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ സിമ്പിൾ ആണ്. അതാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. കണ്ടെയ്നേഴ്സ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ കണ്ടെയ്നർ, വെറുതെ കണ്ടെയ്നർ എന്ന് കൊടുക്കുന്നത്, കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് കൊടുക്കുന്നത്. ഈ വെറുതെ കൊടുത്തിരിക്കുന്ന കമ്പൈലർ എന്നാണ് ഫിക്സ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്.
ഫിക്സ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സ്ഡ് ഒരു മാക്സിമം വിഡ്ത്ത് കാണും സെന്റർ. പിന്നെ ഫ്ലൂയിഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തുവാ സ്ക്രീൻ സൈസിനനുസരിച്ച് അല്പം കൂടെ വേരിയബിൾ ആയി, സ്ക്രീൻ സൈസിനെ ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിരിക്കും ഫ്ലൂയിഡ് കണ്ടെയ്നറിന്റെ വിഡ്ത്ത്. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇത് കണ്ടോ, ഇപ്പം ഞാൻ കാണിച്ച കോഡിന്റെ പേജ് കറസ്പോണ്ടിങ് പേജ് ആണ് ഇത്. ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ കണ്ടോളൂ തന്നെ. അതിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ഈ 2 കണ്ടെയ്നേഴ്സ് ആണ്. ഇതാണ് ഒരു ഫിക്സ്ഡ് കണ്ടെയ്നർ. ഫിക്സ്ഡ് കണ്ടെയ്നർ, ഇത് ഫ്ലൂയിഡ് കണ്ടെയ്നർ. വ്യത്യാസം ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഓക്കെ, വ്യത്യാസം അറിയാൻ പോകുന്നത് ഞാൻ ഇങ്ങോട്ട് സ്ക്രീൻ മിനിമൈസ് ചെയ്തു. ഐ മീൻ വിഡ്ത്ത് കുറച്ചപ്പോൾ കണ്ടോ, അതനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടോ. ഒരു പർട്ടിക്കുലർ സ്ക്രീൻ സൈസ് കഴിഞ്ഞാൽ ആ ഒരു സൈസിന് പിന്നെ ഈ എന്തുവാ ഫ്ലൂയിഡ് കണ്ടെയ്നർ ഫിക്സ്ഡ് കണ്ടെയ്നർ വിഡ്ത്ത് ഫിക്സ്ഡ് ആയിരിക്കും. ഫ്ലൂയിഡ് കണ്ടെയ്നറിന്റെ അപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളത് ഇത് താഴോട്ട് വരുന്തോറും എല്ലാം കണ്ടോ തന്നെ അഡ്ജസ്റ്റ് ആയി. ഇതാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ മെയിൻ ഫീച്ചർ. പിന്നെ അറ്റ് എ പോയിന്റ് ഒരു മിനിമം ഒരു ത്രഷോൾഡ് സ്ക്രീൻ സൈസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഓൾമോസ്റ്റ് സെയിം ഇതുപോലെ തന്നെ. അതാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ. അതാണ് കണ്ടെയ്നേഴ്സ്. അതിവിടെ എന്താ ചെയ്തേക്കുന്നത് ഞാനിപ്പം പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ക്ലാസ് കണ്ടെയ്നർ. നമ്മൾ ഒരു കണ്ടെയ്നറിന്റെ ക്ലാസ് കൊടുത്തു. ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ബൂട്ട്സ്ട്രാപ്പിന്റെ ബൂട്ട്സ്ട്രാപ്പിന് അറിയാം. ലൈക്ക് ബൂട്ട്സ്ട്രാപ്പിനോട് നമ്മൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇതൊരു കണ്ടെയ്നർ ആണ്. അപ്പം അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ബൂട്ട്സ്ട്രാപ്പിന് അറിയാം. വെറുതെ കണ്ടെയ്നർ എന്ന് കൊടുത്താൽ അത് ഫിക്സ്ഡ് കണ്ടെയ്നർ എന്നാണ്. പിന്നെ ഉള്ളത് ഫ്ലൂയിഡ് കണ്ടെയ്നർ. പിന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് അത് തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു സ്റ്റൈൽ ഇൻലൈൻ സ്റ്റൈൽ കൊടുത്താണ്. അത് അത്ര റെക്കമെൻഡഡ് സംഭവം അല്ല. സ്റ്റൈൽ ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇതാണ് കണ്ടെയ്നേഴ്സ് മെയിൻ ആയിട്ട്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? യെസ്, ഓക്കെ, മനസ്സിലായി. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ്, എന്തെങ്കിലും ഇത് വേണം? ഓക്കെ, ഗുഡ്. ക്ലിയർ ആണ്. പക്ഷേ ഈ ബൂട്ട്സ്ട്രാപ്പ് പറഞ്ഞാൽ CSS കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാതിരിയാണ് ബൂട്ട്സ്ട്രാപ്പുള്ളത്. അല്ല, ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ബൂട്ട്സ്ട്രാപ്പിൽ കുറച്ച് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പം വളഞ്ഞ വഴി കൂടെ കയറി ഇപ്പം ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ സാധാ CSS HTML ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ബൂട്ട്സ്ട്രാപ്പ് ഇച്ചിരൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഐ മീൻ ഇപ്പം ഇത് കണ്ടോ, ഞാനിപ്പം ഈ എന്റെ കോഡിനകത്താണെങ്കിൽ അതെ ഇത്രയും സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, CSS ആകുമ്പോൾ എന്തുമാത്രം വേണ്ടി വരും. അപ്പം അതിനുവേണ്ടിയാണ് അപ്പൊ ഈ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അത്രയും സിമ്പിൾ ആയില്ലേ? അതാണ്, അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടെയ്നേഴ്സ് മനസ്സിലായോ? കണ്ടെയ്നേഴ്സ് മെയിൻ ആയിട്ട് അപ്പം 2 ടൈപ്പ് ഉണ്ട്, ഫിക്സ്ഡ് ആൻഡ് ഫ്ലൂയിഡ്. ഫിക്സ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ബ്രേക്ക് പോയിന്റ്സ് കാണും. ആ ബ്രേക്ക് പോയിന്റ്സ് വേരി ആവുന്നിടം വരെ അതിന്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും. അത് കഴിയുമ്പോൾ അതിന്റെ തൊട്ട് താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് കറസ്പോണ്ടിംഗ്ലി വേരി ആവും. പിന്നെ ഫ്ലൂയിഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്ത് ഫുള്ളി വേരി ചെയ്തു പോകും. ഓക്കെ, അടുത്ത കൺസെപ്റ്റിലോട്ട് കിടക്കട്ടെ. അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പിലെ ഗ്രിഡ് സിസ്റ്റം ആണ്. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പിലെ മെയിൻ വേറൊരു ഫീച്ചറാണ് ഈ ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം
ബൂട്ട് സ്ട്രാപ്പിലെ ഒരു ലേ ഔട്ട് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. ഒരു റോസ് ആൻഡ് കോളംസ് അറിയാമല്ലോ. ഇപ്പം റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലി വരുന്ന സാധനങ്ങൾ, കോളംസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി വരുന്ന സാധനങ്ങൾ. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു സ്ക്രീനിനെ 12 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 12 കോളംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഫുൾ സ്ക്രീനിന്റെ അതിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പം നമ്മൾ അതനുസരിച്ച് അതിന്റെ എന്തുവാ ആ ഒരു സൈസിന്റെ പെർസ്പെക്റ്റീവ് വെച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ മുമ്പേ ഒരു ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ലേ, അതാണ് ഈ സംഭവം. അതായത് ഏതൊക്കെ ഡിവൈസസ് ഉണ്ടെന്ന് ഇപ്പം ബ്രൗസറിന് മനസ്സിലാകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ബ്രേക്ക് പോയിന്റ്സ്. ബ്രേക്ക് പോയിന്റ്സ് ഇങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സ്ട്രാ സ്മോൾ ഡിവൈസസ് ഉണ്ട്. അതിപ്പം 576 പിക്സൽസിന് താഴെയുള്ളത്. പിന്നെ ഉള്ളത് സ്മോൾ ഡിവൈസസ്, അത് 576 പിക്സലിന് മുകളിലും ഈ 768 പിക്സൽസിന് താഴെയുള്ളത്, അതാണ് സ്മോൾ ഡിവൈസസ്. പിന്നെ മീഡിയം ഡിവൈസസ് 768 ടു 992, പിന്നെ 992 ടു 1200 ആൻഡ് അപ്പ്. ഇത്രയും സാധനങ്ങളുടെ ഇത് വെച്ചാണ് നമുക്ക് ഓരോന്ന് ലൈക്ക് എക്സ്ട്രാ സ്മോൾ ഡിവൈസസിൽ വന്നാൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ലേഔട്ട്, സ്മോൾ ഡിവൈസസിൽ വന്നാൽ എന്തായിരിക്കണം ലേഔട്ട്, മീഡിയം ഡിവൈസസിൽ വന്നാൽ എന്തായിരിക്കണം ലേഔട്ട്, ലാർജ് ഡിവൈസസിൽ വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നുള്ളത് ആണ് അവിടെ വരുന്നതാണ് പിന്നുള്ളത് ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ അതേ കോഡിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു റോ ഇംപ്ലിമെന്റ് ചെയ്തു, ഒരു div റോ. ഈ റോ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് അറിയുന്നത്, ബൂട്ട് സ്ട്രാപ്പിന് അറിയുന്നത് ഇത് റോ ആണ്. ഇവിടെ ഇതിനകത്ത് വരുന്ന ഡിവ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ റോയിൽ തന്നെ കൊടുക്കണമെന്ന് മനസ്സിലാവുന്നു. അപ്പം അതിനകത്ത് ഞാൻ ഇപ്പൊ 2 ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്, 2 കണ്ടെയ്നേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോളംസിന് ഉള്ള ഷോർട്ട് ഫോം ആണ് കോൾ. ആ കോൾ വെച്ചാണ് നമ്മൾ കോളം എലിമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ SM എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ. ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ സ്മോൾ ഡിവൈസസിന് മീഡിയം ഡിവൈസസ്, ലാർജ് ഡിവൈസസ്, ഈ സംഭവമാണ് അവിടെ കാണുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ഈ സ്മോൾ ഡിവൈസസ് തൊട്ട് മുകളിലോട്ട് 6 കോളംസ് ഫില്ലായിരിക്കണം ഈ ഒരു കണ്ടെയ്നർ. അത്രയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഈസിനെസ്സിന് വേണ്ടിയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഡിസ്റ്റിങ് കൊടുത്തേക്കുന്നത്. ഇതിപ്പം ഇംപ്ലിമെന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? സോ ഞാനിപ്പോൾ 2 SM6 എന്ന് പറഞ്ഞ് 2 കണ്ടെയ്നേഴ്സ്, 2 ക്ലാസ്സസ് കൊടുത്തായിരുന്നു. ആ ക്ലാസ്സസ് അങ്ങനെ കൊടുത്തുകൊണ്ടുള്ള എനിക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ് ഇത്. അതായത് സ്മോൾ ഡിവൈസസ് തൊട്ട് താഴോട്ട് മുകളിലോട്ട് ഉള്ള എല്ലാ ഡിവൈസസിനും ഇത് 2 6 വെച്ച് 2 എന്താ പറയുക, 2 ഗ്രിഡ് സൈഡ്സും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് മുകളിലോട്ട് എത്ര കയറിയാലും അപ്പം ഇത് 6x6 എന്നുള്ള ഒരു ഇതിൽ റേഷ്യോയിൽ തന്നെ നിൽക്കും. പിന്നെ SM6 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്മോൾ ഡിവൈസസിൽ ഒഴിച്ച് പിന്നെ അതിന്റെ താഴോട്ട് വന്നാൽ അത് വേണേൽ ഫുള്ള് സ്ട്രെച്ച് ആയി ആവും. ഇതാണ് ഇത് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യമല്ല, പക്ഷെ അത് ബൂട്ട് സ്ട്രാപ്പ് തന്നെ മനസ്സിലാക്കി ചെയ്ത സംഭവമാണ്. അതാണ് ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ വേണേൽ ഈ SM6 എന്നുള്ളത് ഇപ്പം
ഞാനിപ്പം MD6 എന്നാക്കി. ഇതും MD6 എന്നാക്കി. MD6 ആക്കിയ ഉള്ള എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് കുറച്ചു സ്ക്രീൻ സൈസ് കുറച്ചപ്പം ഇപ്പൊ ഇത് മീഡിയം ഡിവൈസ് അല്ല, ഇപ്പൊ ഈ സ്മോൾ ഡിവൈസിന്റെ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ സംഭവം ചെയ്തിട്ടില്ല. നമ്മൾ മീഡിയം ഡിവൈസസിന്റെ അവിടെ എത്തുമ്പോൾ കണ്ടോ പഴയ പോലെ MD6 ഇപ്പം 6:6 റേഷ്യോയിൽ തന്നെ വന്നു. അതാണ് ഗ്രിഡ് സിസ്റ്റം. ഇപ്പം എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ റോയിനകത്തെ കോളംസ് എല്ലാം കൂടെ ഒരു എന്തുവാ 12 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 വരുന്ന വിധത്തിൽ ചെയ്യണം. അല്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. അത് ഓർത്താണ്. അത് 12 കൂടരുത്, അത്രയും ആലോചിച്ചാണ്. അതാണ് ഗ്രിഡ് സിസ്റ്റം. പിന്നെ അതിന്റെ ഡോക്യുമെന്റേഷൻ കാണിക്കാം. ഓക്കെ, ഇത് കണ്ടോ ഇവരിവിടെ ചെയ്തേക്കുന്നതുണ്ടോ. അപ്പം 1 of 3 കോളംസ് എന്ന് പറയും. നമ്മൾ അവർ 3 കോളംസ് ഇംപ്ലിമെന്റ് ചെയ്തേക്കാം. കോൾ SM SM SM. ഇത് ഫ്ലെക്സ് പ്രോപ്പർട്ടി വരുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം എത്ര വിട്ട് വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല എന്ന് വെച്ചു. ഇപ്പം ഇവിടെ തന്നെ കാണിക്കും. അപ്പൊ ഈ MD6 എന്നുള്ളത് മാറ്റി. ഞാൻ ഈ MD6 എന്നുള്ളത് മാറ്റി. പക്ഷെ ഇപ്പൊ കണ്ടോ, എന്നിട്ടും മാറിയില്ല. അതാണ് ഈ ബൂട്ട്സ്ട്രാപ്പിന്റെ ഫ്ലെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് അത് തന്നെ ജഡ്ജ് ചെയ്ത് ലൈക്ക് ഓക്കെ MD ആണ് രണ്ടേയും ഈക്വൽ ഇത് കൊടുക്കണം. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആയത്. വേണ്ട അത്. പക്ഷെ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ആയില്ലേ. അതാണ് ഗ്രിഡ് സിസ്റ്റം. ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗ്രിഡ് സിസ്റ്റം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് കാണാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ക്ലിയർ ആയി. ഓക്കെ, അതാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് ഫ്ലെക്സ് പ്രോപ്പർട്ടി. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിനകത്തോട്ട് 2 റോ വെച്ചു. ഓരോ റോയ്ക്കകത്തും ഇങ്ങനെ 2 കോളം വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ കണ്ടെയ്നറിനകത്ത് ഞാൻ കൊടുത്തു. ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം ഇതില് ഇവിടെ കണ്ടോ, ഞാനിപ്പം ഇത് നോക്കണ്ട. ഞാനിവിടെ റോ എന്നിട്ട് എന്തോ കോളം MD2, ഇവിടെ കോളം MD2 ഇതാ 2 4 6 8 ആയിട്ടുള്ളൂ. 8 ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കത്തില്ല. അത് കറക്റ്റ് 8 ഗ്രിഡിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇത് 12 ഉണ്ട്, അതില് 2 ഇത്രയും വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ ഫ്ലെക്സ് പ്രോപ്പർട്ടി ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ 2 മാറ്റി MD. ഇപ്പൊ ഞാൻ ഇത് സ്പേസ് എത്ര ഗ്രിഡ് ഒക്യുപ്പൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അപ്പം എല്ലാം ഈക്വൽ ആണെന്ന് അതിന് മനസ്സിലാവും. അപ്പം ഈക്വൽ ആയുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം റിഫ്രഷ് ചെയ്തപ്പോൾ കണ്ടോ ഫുള്ള് എല്ലാം കൂടെ ഈക്വൽ തന്നെയായി കറക്റ്റ് 12 ഗ്രിഡ്സ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഫ്ലെക്സ് ഗ്രിഡ് പ്രോപ്പർട്ടി. അപ്പൊ ഞാനിപ്പോ ഇത് പഴയ പോലെ ചെയ്ത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഇത് ഒരു ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം അതിനെ നമുക്ക് സെന്ററിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു സംഭവമാണ് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ. ഈ ക്ലാസ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സെന്ററിലോട്ട് അലൈൻഡ് ആവും. അതാണ് ഇങ്ങനെ കുറെ എന്തുവാ മനസ്സിലായില്ലേ, ലൈക്ക് ഇങ്ങനെ കുറെ
റെഡിമെയ്ഡ് ക്ലാസ്സസ് ഉണ്ട്. നമ്മളിത് യൂസ് ചെയ്ത് കുറേയൊക്കെ ഇങ്ങനെ റെസ്പോൺസീവ്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇതാണ് ഫ്ലെക്സ് ഗ്രിഡ്. ഇത്രയും പറഞ്ഞതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഒരു ഡൗട്ട് ഉണ്ട്. പറ. നമ്മളെ മറ്റേ അതില് ഫ്ലെക്സ് MD ഡിസൈൻ ചെയ്തില്ല, അത് ടോട്ടല് 12 അല്ലേ? ടോട്ടൽ 12. അപ്പം നമ്മൾ എക്സ്ട്രാ പിന്നിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോവോ? എന്നാലല്ലേ കുറച്ച് എക്സ്ട്രാ ആയിട്ട് പിന്നെ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഗ്രിഡിലെടുത്തു. ഇപ്പം MD ഇത് 7 ആക്കി. അതിനെയും ഞാനിപ്പോൾ അത് ഒന്ന് കണ്ടോ? ഇതെന്താ പറ്റിയെന്ന് മനസ്സിലായിട്ടില്ല? ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇത് MD7 അല്ലേ? ഇത് MD7 ആണ്. 7 + 7 14 ആയില്ലേ? 14 എന്നുള്ളത് 12-നേക്കാളും എക്സ്ട്രീം ആയില്ലേ? അതുകൊണ്ട് അത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ആ കമ്പോണൻസിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പം 12 കൂടുതലായാൽ അതെല്ലാം ഇങ്ങനെ ഓരോ 12 വെച്ചാൽ കിട്ടും. അത്രേ ഉള്ളൂ. അതെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ ഗ്രിഡ് സിസ്റ്റം? ഓക്കെ, ഇപ്പം ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പം അതിലിപ്പം പറയുന്നത് 12 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 12 യൂണിറ്റ്സിൽ നമുക്ക് വേരി ചെയ്ത് ഓരോ കോളംസ് നമുക്ക് ഡിഫൈൻ ചെയ്യും. ഇപ്പം ഒരു റോയില് എത്ര റോ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം, അത് വിഷയമില്ല. ഒരു റോയില് കോളംസ് ഇതിന്റെ വിഡ്ത്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 12 വരണം. അത്രേ ഉള്ളൂ. 12 വന്നില്ലെങ്കിൽ മുമ്പേ കണ്ടതുപോലെ എല്ലാം 12 ആയിട്ട് തന്നെ ഓക്യുപ്പൈ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതാണ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ബേസിക്സ്. ജസ്റ്റ് അതങ്ങനെ അങ്ങ് ഓർത്താൽ മതി. അതായത് ഇത് കോളംസ് ആഡ് ചെയ്യുമ്പം 12 വരണം. റോസ് എത്ര വേണേലും ആകാം. പിന്നെ ഒരു നല്ല ഡീറ്റെയിൽഡ് ഡോക്യുമെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നേരെ ഇതിൽ നോക്കിയാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിനകത്ത് നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് നല്ല ക്ലിയർ ആവും. അതാണ് ഗ്രിഡ് സിസ്റ്റം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നവാഫ്, മനസ്സിലായോ? ഗ്രിഡ് സിസ്റ്റം മനസ്സിലായോ? അത് ഒന്നുകൂടെ പറയണം. മനസ്സിലായില്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഫ്ലെക്സ് ഗ്രിഡ് മനസ്സിലായോ? ഈ പ്രോപ്പർട്ടി, അതായത് ഞാനിപ്പം ഇവിടെ കണ്ടോ 1 out of 2, 2 out of 2. ഇതെന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കോളത്തിന് വിഡ്ത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം അത് ബൂട്ട്സ്ട്രാപ്പ് അതിനെ സിംഗിൾ ഇതായിട്ട് കൺസിഡർ ചെയ്യും. അപ്പം അല്ല, സിംഗിൾ ആസ് ഇൻ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 12ന്റെ ഹാഫ് രണ്ടിനും വെച്ചാൽ കൊടുക്കും. അതായത് 6 വെച്ച് എടുക്കും. പിന്നെ 3 എണ്ണം ഉള്ളതുകൊണ്ട് 3 ഈക്വൽ ആയിട്ട്, അപ്പം 12ന്റെ 1/3 4 വെച്ച് കൊടുക്കും. അത്രയാണ് എന്തുവാ ഫ്ലെക്സ് ഗ്രിഡിന്റെ പ്രോപ്പർട്ടീസ്. അത്ര മനസ്സിലായോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പിന്നെയും അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിച്ച ടോപ്പിക്സ് ഇത്രയും ക്ലിയർ കവർ ചെയ്തു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ
ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷന്റെ എന്തുവാ ലിങ്ക് ജസ്റ്റ് ഇതിലിടാം, നിങ്ങളുടെ ചാറ്റിന്റെ ഇടാം. നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് വന്ന് ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾ സാവകാശം ടൈം എടുത്ത് വന്ന് ഗോ ത്രൂ ചെയ്യുക. അതിലൂടെ പോയിട്ട് ഈ ലേഔട്ടിനകത്താണ് കണ്ടെയ്നേഴ്സ്, ബ്രേക്ക് പോയിന്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇതിൽ ചോദിക്കുക, ഞാൻ പറ്റുന്നത്ര ഹെൽപ്പ് ചെയ്യാം. ഇന്നത്തേക്ക് ഇത്രയും ഞാൻ പ്ലാൻ ചെയ്തുള്ളൂ. ഓക്കെ, ഐ ഗസ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.